ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് വന്നിട്ടുള്ളത് വളരെ കിടിലൻ വീഡിയോ ആയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. എന്താണെന്ന് അറിയണ്ടേ, അതായത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതും സിമ്പിളായിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. അറിയാത്തവർക്കുള്ള വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് അറിയിക്കാം. പിന്നെ നിർബന്ധമായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഏതായാലും 1K സബ്സ്ക്രൈബേഴ്സിന് അടുത്തെത്താനായിട്ടുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന്. മൊബൈൽ ഫോണിലുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ആപ്ലിക്കേഷൻ. ഏതെങ്കിലും മുഖ്യ മൂലയിൽ എടുക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ഗൂഗിൾ എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയ ശേഷം നിങ്ങൾ അവിടെ ഒരു സെർച്ച് ഒക്കെ കാണാൻ പറ്റും. അവിടെ നിങ്ങൾ സെർച്ച് ചെയ്യുക. അവിടെ നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നല്ലേ, ക്രിയേറ്റ് ജിമെയിൽ അക്കൗണ്ട് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലിങ്കുകൾ കാണാൻ പറ്റും, ഒരുപാട് വെബ്സൈറ്റിൻ്റെ ലിങ്കുകൾ കാണാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുക ജിമെയിൽ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. ഇതെവിടെയെങ്കിലും കാണാൻ പറ്റും, മൂന്നാമതായിട്ട് രണ്ടാമത്തേതായിട്ട് കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തെടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് വരുന്നതാണ്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷൻ ബിസിനസ് പരമായിട്ടുള്ള ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ഏതാച്ചാൽ ക്ലിക്ക് ചെയ്തെടുക്കുക. ഞാനതിൽ ഒന്നാമത്തെയാണ് പേഴ്സണലായിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്, നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ ക്ലിക്ക് ചെയ്തെടുക്കുകയാണ് ഞാൻ. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിലൊരു പാസ്വേഡ് ചോദിക്കും. അത് ആ പാസ്വേഡ് നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ലോക്കിൽ പാസ്വേഡാണ്. അതായത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലോക്ക് എന്താണോ ആ സെയിം ലോക്ക് ഉണ്ടെങ്കിൽ ലോക്ക് അവിടെ കൊടുത്തു കൊടുക്കുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഇമെയിലും മൊബൈൽ നമ്പറും ചോദിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെ അതിൻ്റെ ഇടയിലായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ചോദിച്ച പോലെ 2 ഓപ്ഷൻസ് ഉണ്ട് അവിടെ. അതായത് നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടാണോ ബിസിനസ് പരമായിട്ടുള്ള അക്കൗണ്ടാണോ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ഏതാ കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് അവിടെ അത് കൊടുക്കുക. ഓക്കെ, റിപ്പീറ്റ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ചോദിക്കുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കും. അതിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതിൽ നിങ്ങൾ ഫീമെയിൽ ആണോ മെയിൽ ആണോ എന്നൊക്കെ ചോദിക്കും. അത് കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്കൊരു വേണ്ടിയിട്ട് ഒരു ഇമെയിൽ ചോദിക്കുന്നുണ്ട് അവിടെ. ഇവർ തന്നെ 2 ഇമെയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ 2 ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇവർ തന്നെ 2 ഇമെയിൽ തന്നിട്ടുണ്ട്. പക്ഷേ ഇവർ തന്ന ഇമെയിൽ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് തന്നെ ഒരു ഇമെയിൽ അവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ ക്രിയേറ്റ് ജിമെയിൽ എന്നുണ്ടാവും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പേരും കുറച്ച് നമ്പറും കാലം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇമെയിൽ അവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്ത ശേഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലായിട്ട് 2 ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് ഈ ഇമെയിലിന് വേണ്ടിയിട്ടൊരു പാസ്വേഡ് വേണം. അപ്പോൾ നിങ്ങളുടെ നിങ്ങൾക്ക് ആർക്കും ലഭിക്കാത്ത രീതിയിലുള്ള ഒരു പാസ്വേഡ് തന്നെ അവിടെ കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ പറയാനുള്ള കാരണം നമ്മുടെ മറ്റുള്ള ഫ്രണ്ട്സിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളാണെങ്കിലും നമ്മുടെ പാസ്വേഡും ഇമെയിലും അവർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മുടെ ഡാറ്റാസും ഡീറ്റെയിൽസും ഒക്കെ മറ്റുള്ള ആളുകൾക്ക് ചോർത്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റുള്ളവർക്ക് ലഭിക്കാത്ത രീതിയിലുള്ള പാസ്വേഡുകൾ. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യുന്നൊരു പ്രോബ്ലം എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഏത് അക്കൗണ്ട് ആണെങ്കിലും പെട്ടെന്ന് ഹാക്ക് ചെയ്യാനുള്ള ഇപ്പോൾ എല്ലാം ഇതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ പാസ്വേഡ് നിങ്ങൾ മാക്സിമം സേഫാക്കി വെക്കുക. അതിനാണ് നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾ കൊടുക്കുമ്പോൾ കൊടുക്കുള്ള പാസ്വേഡ് കൊടുക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് ആർക്കും കിട്ടാത്ത രീതിയിൽ, പക്ഷേ ഒരിക്കലും നിങ്ങൾ മറക്കാത്ത രീതിയിലുള്ള പാസ്വേഡ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പാസ്വേഡ് കൊടുത്ത ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മതി. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കുക. പിന്നെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, അലവ് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാം, അഭിപ്രായങ്ങൾ താൻ കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവരൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സിമ്പിളായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നത്. വീഡിയോ ലൈക്ക് ചെയ്തെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു കിട്ടിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.